നമുക്ക് ഒരു കുഞ്ഞു ചിക്കൻ കറി ഉണ്ടാക്കണം. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഞാനും ഏട്ടനും മോള് മാത്രമേ ഇന്ന് കഴിക്കുന്നുള്ളൂ. അമ്മയ്ക്ക് വ്രതമാണ്. അപ്പോൾ ഏട്ടന് വറുത്തരച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഓർത്തു വറുത്തരച്ച് വെക്കാൻ. ഇവിടെ സാധാരണ മുളകിട്ടാണ് വെക്കാറുള്ളത്, വറുത്തരയ്ക്കാതെയാണ് വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ നമ്മുടെ ഷാൻജിയോ ചേട്ടൻ്റെ ചാനലിൽ നോക്കിയിട്ട് ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതിൽ എടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ തേങ്ങ, കുരുമുളക്, പട്ട, ഗ്രാമ്പു, 2 ഏലക്ക പറഞ്ഞിരുന്നു. ഇവിടെ ഏലക്ക തീർന്നത് കാരണം ഞാൻ അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരുംജീരകം. ഇത്രയും സാധനങ്ങൾ തേങ്ങ ഇട്ടതിന് ശേഷമാണ് ഇതൊക്കെ ഇടേണ്ടത്. അപ്പോൾ ഞാൻ രണ്ടും കൂടി ഒന്നിച്ച് വെച്ചു. പിന്നെ അല്ലാതെ നമ്മൾ ചേർക്കാനുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പം തുടങ്ങാമല്ലേ. ചൂടായി വന്നിട്ടുണ്ട്. ചെറിയുള്ളി കൊടുക്കണം. ഇനി ഇതൊരു ബ്രൗൺ കളറാവട്ടെ, ലൈറ്റ് ബ്രൗൺ കളറാവട്ടെ. അതിനിടയ്ക്ക് ഞാൻ ചെറിയൊരു ചായ ഇടുന്നുണ്ടായിരുന്നു, അത് പതച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് അതും കൂടി ചെയ്യണം. ഇനി ഇതിനകത്തേക്ക് കറിവേപ്പില പിച്ചുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അത് അത്യാവശ്യമായിട്ടുണ്ട്. നമുക്ക് കരിയുന്നതിന് മുന്നേ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങയിലോട്ട് ബാക്കിയുള്ള സാധനങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ തേങ്ങ ചിരവിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നതാണ്, പണി എളുപ്പമാവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ രാത്രിയാണ് ചിക്കൻ കറി വെക്കുന്ന. ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ രാത്രിയാണ് വെക്കുന്നത്. എനിക്ക് ഈ വോയിസ് ഓവർ പിന്നെ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ അതാകുമ്പോൾ പണി കുറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് ആക്കിയിട്ട് ഒരു ചെറുതായിട്ട് ബ്രൗണിഷ് കളർ വന്ന് തുടങ്ങുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുറേ നേരം ഒന്ന് ആക്കിയിട്ടെടുക്കുക. ഇതറിയാലോ എല്ലാവർക്കും. ഞാൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയുകയാണെങ്കിൽ അറിയുന്നവർ സ്കിപ്പ് ചെയ്തേ. അതിനിടയ്ക്ക് നല്ല കടുപ്പത്തിലൊരു ചായ റെഡിയാക്കിയിട്ടുണ്ട്. ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നുകൊണ്ട് ഏട്ടന് കടുപ്പത്തിലൊരു ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ച് സെറ്റായിട്ടിരിക്കുമ്പോഴത്തേക്കും കറിയും സെറ്റാക്കി കൊടുക്കാം. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇളക്കലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ, ചെറിയ കറി ആയതുകൊണ്ട്. മെല്ലെ കണ്ണിലെ കുഞ്ഞു കണ്ണാടിയിൽ മഞ്ഞൾ മുത്തുപോൽ മിന്നോർമകൾ. ഞാൻ ആക്ച്വലി ഇത് ബുദ്ധിപരമായി നീങ്ങിയതാണ്. ഏട്ടൻ വന്ന് ചായ ഇട്ട് കൊടുക്കാൻ ഞാൻ നിൽക്കുമ്പോഴാണ് മോള് പറഞ്ഞത് മോൾക്ക് വാട്ടർമെലൺ വേണമെന്ന്. അപ്പോൾ അവൻ വന്ന് അപ്പോൾ തന്നെ മോളെയും കൂട്ടിയിട്ട് പോയതാണ് വാട്ടർമെലൺ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു ആ ഗ്യാപ്പിൽ ഇത് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂടൊന്ന് ആറുമ്പോഴേക്കും, ഇത് വറുക്കുന്ന സമയം കൊണ്ട് അവർ വരും. അപ്പോൾ അവർ വന്നിട്ട് അവരുടെ കൂടെ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ചൂടൊന്ന് ആറി കിട്ടിയാൽ ഇത് അരയ്ക്കാമല്ലോ. എങ്ങനെയുണ്ട് ഐഡിയ? സമയവും ലാഭിക്കാമല്ലോ. അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഒരു നേരമാവും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉറങ്ങാൻ ലേറ്റ് ആവുന്നത്. ഞാൻ പിന്നെ ആ ഷാൻജിയോ ചേട്ടൻ്റെ വീഡിയോ നോക്കിയിട്ട് ഞാൻ കിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്, അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്, സാമ്പാർ ഉണ്ടാക്കാൻ പഠിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഷമ്മാസ് കിച്ചണും എനിക്കിഷ്ടമാണ്, അതിനകത്ത് പഠിക്കാറുണ്ട്. മറ്റ് നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി നമ്മളെന്തെങ്കിലുമൊക്കെ പെറുക്കിയിട്ട് വാരിയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനൊരിക്കൽ ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നോക്കിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഞാനെല്ലാം കൂടി പെറുക്കിയിട്ട് വാരിയിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിൽ ഈ ഉള്ളി, ചെറിയ ഉള്ളി ഫസ്റ്റ് ഇടുക എന്നൊക്കെ ഉള്ളത് ഞാനങ്ങനെയൊന്നല്ല ചെയ്യാറുണ്ടായിരുന്നത്. നോക്കട്ടെ എന്താവും എന്നറിയില്ല. പിന്നെ ഏട്ടനെൻ്റെ പരീക്ഷണ വസ്തു ആയത് കാരണം ഞാനെന്തുണ്ടാക്കി കൊടുത്താലും കഴിച്ചോളും, അതുകൊണ്ട് പ്രശ്നമില്ല. സംഭവം റെഡി ആയിട്ടുണ്ട്. അരപ്പ് റെഡി ആയിട്ടുണ്ട്. അരയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. കരിഞ്ഞും നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പം ലൈറ്റാണ് ഗൈസ്, അത്ര കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ഇത് ഞാൻ ചൂടാറിയിട്ട് അരയ്ക്കും. അതിന് മുമ്പ് ഇവിടെ കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികളുണ്ട്, പാത്രം കഴുകാനൊക്കെ ഉണ്ട്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാൻ. ഓക്കെ ഗായ്സ്, ഇടയ്ക്ക് ഞാൻ ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് 2 ഉള്ളിയും 2 സവാളയും 1 തക്കാളി എടുക്കാനാണ്. പക്ഷേ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. എനിക്ക് തക്കാളി കുറഞ്ഞ ഒരു സുഖം തോന്നുന്നില്ല. പിന്നെ ഇനി വച്ച് കഴിയുമ്പോൾ കുളവുമായിരിക്കും, അറിയില്ല. പിന്നെ അതിൽ പച്ചമുളക് ഇടുന്ന കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷേ ഞങ്ങൾക്കിവിടെ പച്ചമുളക് വേണം. എല്ലാം കൂടി ഇപ്പോൾ ഷാൻചേട്ടനെ നോക്കിയിട്ടാണ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, നോക്കട്ടെ. അപ്പോൾ ഇത് നമുക്ക് കഴുകിയിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഞാൻ ഗ്യാസിൽ വെക്കാതെ അടുപ്പിലേക്ക് വന്നതാണ് കേട്ടോ. അതാണ് ഇവിടെ ക്ലിയർ ഇല്ലാത്തത്. വർക്കേരിയയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മോള് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാം. മസാലയൊക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ എടുക്കാൻ മറന്നാണ്, എൻ്റെ കുഞ്ഞ് വന്നാലും ബാക്കി. അപ്പോൾ അതും കഴിഞ്ഞു. അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്തിരുന്നു കേട്ടോ, കാണിച്ചില്ലെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്.